ഏകദേശം 7:21 പ്രാവ് ഇങ്ങനെ ഇവിടെ ഉണ്ട്. ഇന്ന് നമ്മളെ ലോക്കില് ഒരു പ്രാവിനെ പറപ്പിക്കാൻ പോകണം. ഇപ്പൊ സമയം ഏകദേശം 6:30 ആയിട്ടുണ്ട്. 6:30 ആയിട്ടുണ്ട്. ഇതിൽ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെട്ട് തുറന്നു വിടുന്നത് ചില ആൾക്കാർക്ക് അറിയില്ല. ചില ആൾക്കാർ പ്രാവിനെ ഇങ്ങനെ പറപ്പിക്കാൻ വിട്ടിട്ട് അത് ഇറങ്ങണവരെ കാത്തിരിക്കും. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഇരുട്ടാവുമ്പോൾ ഇവിടെ ലഗറിന്റെ നല്ല ശല്യമുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല പ്രാവിനെ. അപ്പോൾ ഒരു പ്രാവിനെ നമുക്ക് വിട്ടിട്ട് ഈ വെട്ട് തുറക്കുന്ന പരിപാടിയും അതേപോലെ ലൈറ്റ് ഒരു സിഗ്നൽ പോലെ പ്രാവിനെ ഇറക്കേണ്ട ഒരു രീതിയാണ് ഇപ്പൊ കാണിക്കാൻ പോണത്. അപ്പൊ ഇതിൽ നമ്മുടെ അടുത്ത് ഒരു 2-3 പ്രാവ് ഫുൾ ചിറക്കുള്ളൂ. ബാക്കിയൊക്കെ ലെഗിട്ടൊക്കെ കൊണ്ടുപോയിട്ട് ആകെ അലമ്പായിട്ടുണ്ട്. ഈ പ്രാവിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന് കൂടെ കുറച്ച് സപ്പോർട്ട് കൊടുക്കും ഒരു പ്രാവിനെ. ഇതാണ് പ്രാവ്. സംബന്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതിന് വിടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 5 മണിക്ക് 4 മണിക്കൊക്കെ പറപ്പിക്കാം കേട്ടോ. അതിപ്പോ ഞാനിപ്പോ ഇരുട്ട് ഇവിടെ ലെഗിന്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് ഇതിന് വിടുന്നത്. ചെറിയൊരു അരമണിക്കൂർ ഒരു വീഡിയോ കേട്ടോ. അപ്പോ വെള്ളം ഒന്നും കൊടുക്കരുത്, തീറ്റ ഒന്നും കൊടുക്കരുത്. പ്രാവ് ഓൾറെഡി ചുറ്റി നിൽക്കുന്ന പ്രാവാണ്, ഏകദേശം പറന്ന് നിൽക്കുന്ന പ്രാവാണ്. ഇതാണ് പ്രാവ്. അപ്പൊ നമുക്ക് വിടാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് ഇതാ പ്രാവിനെ വിട്ടിട്ടുണ്ട്. ചെറിയൊരു കൺഫ്യൂഷനാണ് പ്രാവിന്, പറക്കണ വേണ്ടയോ പറഞ്ഞിട്ട് കാക്ക മുടിക്കാൻ വഴിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഏകദേശം ഈ പ്രാവ് പറന്ന് ഇപ്പൊ സ്റ്റാൻഡിങ് ആയിട്ടുണ്ട്. പ്രാവ് അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഏകദേശം കാണാൻ പ്രാവ് ഇരുന്നിട്ടില്ല, ഇപ്പൊ വരും. ഇതാ വരുന്നു പ്രാവ്. അപ്പൊ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ പ്രാവിന്റെ ഈ ലാൻഡിങ് വരുന്ന സമയത്ത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ ഏകദേശം. അപ്പോൾ അങ്ങനെ അവായിക്കോട്ടിൽ 2-3 കുഞ്ഞുങ്ങളുണ്ട്. ഇതിപ്പോ നമ്മുടെ ഗ്രൗണ്ട് ലൈറ്റ് ആണ്. ഇവിടെ നിന്നാണ് പ്രാവിനെ തുറന്നു വിട്ടത്. പ്രാവ് ഏകദേശം പറന്ന് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ പറക്കുന്നുണ്ട് പ്രാവ്. നമ്മുടെ അവായിക്കൂട്ടിൽ കുറച്ച് പ്രാവുകളുണ്ട്. ഇവരെയൊക്കെ നമ്മൾ കുറെ മുന്നേ ഇട്ടതാണ് കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇങ്ങനെ പ്രാവ് ഇവിടെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഈ പ്രാവ് ഇരിക്കണത് എങ്ങനെയാന്ന് കാണിച്ചു തരാം. ഒരു 15 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലുതായിട്ടൊന്നും ഇതാക്കണില്ല. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒന്ന് ഇതാണ് പ്രാവ്. ഏകദേശം സമയം 6:50 6:50 സമയത്ത് ഈ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ലൈറ്റ് ഇങ്ങനെ ഇടുന്ന സമയത്ത് കാണിക്കാം. ഇവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ പ്രകാശം ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഏകദേശം വെട്ട് തുറക്കാറായിട്ടുണ്ട്. അപ്പൊ ഈ തുറക്കുന്ന സമയത്ത് ഒരു സിഗ്നലാണ് ഈ പ്രാവിന് ഈ ലൈറ്റ്. ഓൾറെഡി മേലത്തെ ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇല്ലാത്ത ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ല, ഇതുപോലത്തെ ലൈറ്റ് എന്തെങ്കിലും ഇടാം, അല്ലെങ്കിൽ വെട്ട് പ്രാവിന് തുറക്കാം. അപ്പൊ ഇത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്നൽ ഈ പ്രാവ് നമ്മൾ ഓട്ടുമ്പോൾ അത് തെരഞ്ഞു വരും, ഈ ലൈറ്റും അതേപോലെ വെട്ടുപ്രാവിനെയൊക്കെ. അപ്പൊ അത് ഓട്ടുന്ന സമയത്ത് ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പൊ ജസ്റ്റ് ഒരു ഡെമോ വീഡിയോ ആണ് ചെയ്തത്. സമയം ഇപ്പൊ ഏകദേശം 6:56 കാണണ്ടോ? 6:56. അപ്പൊ നമുക്ക് വെട്ട് തുറന്നുവിടാൻ സമയമായിട്ടുണ്ട്. ഇതൊരു സിഗ്നൽ മാത്രമാണ്, ജസ്റ്റ് ഒരു സിഗ്നൽ മാത്രമാണ്. അപ്പോ കളി പ്രാവിനെ നമ്മൾ 2 പ്രാവിനെ നമ്മളിവിടെ ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ട്. അതിന് ശേഷം ഇവിടുത്തെ കൂട് തുറക്കാൻ വേണ്ടി പോവാണ്. ഇരുട്ടായിട്ടുണ്ട്, പ്രാവിനെ കാണാനില്ല. പ്രാവ് മേലെയാണ്, പ്രാവ് ഇറങ്ങി നോക്കാം. അപ്പോൾ നമ്മൾ പ്രാവിനെ പറപ്പിക്കാൻ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാൻഡിങ് സമയത്ത് ഇതേപോലെ ഇരുട്ടാവുന്ന സമയത്ത് ലൈറ്റ് ഇടുക, വെട്ടുപ്രാവ് തുറന്നു വിടുക, പ്രാവ് പറക്കുണ്ടാവും. അഥവാ ഇരുട്ടായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒരു അരമണിക്കൂർ 10 മിനിറ്റ് ചുറ്റിന് ശേഷം വെട്ടുപ്രാവിനെ തുറന്നു വിട്ടിട്ട് പറക്കണ പ്രാവിനെ ഇറക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പൊ നമ്മളിത് വിട്ട പ്രാവ് ഇറങ്ങിയിട്ടില്ല, അതിങ്ങനെ കാണുന്നുണ്ട് മിന്നായം പോലെ. സമയം ഇപ്പൊ ഏകദേശം എത്രയായി? അധികം നേരമായിട്ടില്ല, പ്രാവിനെ വിട്ടിട്ട് അരമണിക്കൂറായിട്ടുള്ളൂ. അപ്പോ ഏകദേശം നല്ല ഇരുട്ടാണ്. സമയം ഏകദേശം 7:24. ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ട്, അവിടെ ചുരുക്കുണ്ട്. ഇത്രേ ഉള്ളൂ, പ്രാവ് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് പ്രാവ്, നമ്മൾ നേരത്തെ വിട്ട പ്രാവ്. അപ്പോൾ നമ്മളെപ്പോഴും വിടുന്ന സമയത്ത് ഈ പ്രാവ് ഇരിക്കണതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ നമ്മൾ വെട്ടുപ്രാവിനെ തുറക്കുക. അപ്പൊ തുറന്നൊരു സിഗ്നൽ പോലെ ഇരിക്കും. ഇത് ഓൾറെഡി കുറച്ച് പറന്ന് നിൽക്കണോണ്ട് അങ്ങനെ ആയതാണ്. ഇതാണ് പ്രാവ്. അപ്പൊ ഇത് അറിയാത്തവർക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു ഞാൻ. ഓക്കെ.